സംസ്ഥാനത്ത് വീണ്ടും സർക്കാർ ഗവർണർ പോരിന് കളമൊരുക്കി. രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാചരണത്തിലെ ഭാരതാംബയുടെ ചിത്രം. ഭാരതാംബയുടെ ചിത്രത്തിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവൻ ആവശ്യം മന്ത്രി പി പ്രസാദ് തള്ളി. ചിത്രം എന്തിനു മാറ്റണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചോദിച്ചപ്പോൾ മന്ത്രി പ്രസാദിന്റെ നിലപാടിനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പരിസ്ഥിതി ദിനാചരണം കൃഷിവകുപ്പ് സെക്രട്ടേറിയറ്റിൽ നടന്നു. ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്കു തെളിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ പരിപാടി നടന്നിരുന്നത്. എന്നാൽ പരിസ്ഥിതി ദിനാചരണം സർക്കാർ പരിപാടി ആയതിനാൽ ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ വഴങ്ങിയില്ല. ഇതോടെയാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് മന്ത്രി പി പ്രസാദ് തീരുമാനിച്ചത്. സാധാരണ ഉപയോഗിക്കാറുള്ള ഭാരതാംബയുടെ ചിത്രമല്ല രാജ്ഭവനിൽ ഉപയോഗിച്ചത്. ഗവർണറുടെ ഓഫീസ് അയച്ചു തന്നത് RSS ഉപയോഗിക്കുന്നതാണ്. സർക്കാർ പരിപാടിയിൽ RSS ചിത്രം വെക്കുന്നത് ഭരണഘടനാനുസൃതമല്ലെന്നും മന്ത്രി പി പ്രസാദ്. പ്രത്യേകമായ ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ എന്തിനാണ് വെക്കുന്നത്? നമുക്ക് ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ട്. ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല. RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുത്തതിനെയും മന്ത്രി പി പ്രസാദ് വിമർശിച്ചു. എന്നാൽ ഭാരതാംബയുടെ ചിത്രം എന്തിനു മാറ്റണമെന്നാണ് ഗവർണർ നിലപാടെടുത്തത്. രാജ്ഭവനിലെ എല്ലാ പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം വെക്കാൻ ഗവർണർ മുമ്പ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ അറിയിച്ചു. മന്ത്രി പി പ്രസാദിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന കാര്യം മന്ത്രി പ്രസാദ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. നന്നായി എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. തെറ്റായ സമീപനമെന്നും ഗവർണറെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന്റെ അജണ്ട RSS നടപ്പിലാക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വളരെ അപകടകരമായ ഒരു സൂചനയാണ് നൽകുന്നത്. തെറ്റായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയായിട്ട് അന്നും ഇന്നും ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും. കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തസ്സുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. എന്നാൽ രാജ്ഭവനെ രാഷ്ട്രീയവേദിയായി മാറ്റാൻ ശ്രമിക്കുമെന്ന് കരുതുന്നില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന്. ആ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രചരണവേദിയായിട്ടോ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രകടനവേദിയായിട്ടോ അദ്ദേഹം രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ആ വഴിക്ക് അദ്ദേഹം ശ്രമിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദത്തിൽ രാജ്ഭവനിൽ അത്തരം ചിത്രം വെക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്. രാജ്ഭവൻ RSS ആസ്ഥാനമാക്കാൻ പാടില്ല. കോൺഗ്രസ് എതിർപ്പ് പറഞ്ഞപ്പോൾ പിണറായി മിണ്ടിയില്ലെന്നും VD സതീശൻ. ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഒരു RSS നേതാവിനെ കൊണ്ടുവന്നു. രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത്. അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഗവർണർ സംസ്ഥാനത്തിന്റെ തലവനാണ്. ആ ഔചിത്യം ഗവർണർ കാണിക്കണമെന്നും രമേശ് ചെന്നിത്തല. RSSന്റെ വക്താവിനെ വിളിച്ച് അങ്ങനൊരു പരിപാടി നടത്തിയതും RSS ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതും ഒരിക്കലും ഗവർണർ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവർണർ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റാണ്. അദ്ദേഹം ആ ഒരു ഔന്നത്യം കാണിക്കുകയാണ് വേണ്ടത്. അതേസമയം ഭാരത് മാതാ സങ്കല്പം പുതിയ കാര്യമല്ലെന്നും വർഷങ്ങളായി ജനങ്ങൾ ജന്മനാടിനെ അമ്മയായി കരുതുന്നുവെന്നും BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ഭാരത് മാതാവിന് 2 തരം ചിത്രങ്ങളില്ല. ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ നിഷേധിക്കുന്നതിന്റെയും നിന്ദിക്കുന്നതിന്റെയും കാര്യമുണ്ടോയെന്നും കുമ്മനം രാജശേഖരൻ. ഒരു സങ്കല്പം വേണ്ടേ? അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവണം, ദേവീ സങ്കല്പം ഉണ്ടാവണം. ആ അമ്മ എന്ന സങ്കല്പത്തെ അത് എന്തിനാണ് നിഷേധിക്കുന്നത്? എന്തിനാണ്? ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. എന്തുകൊണ്ട് ചെയ്തു, ആരാണ് അത് ചെയ്തത്, എന്ത് കാരണം, അതെല്ലാം അവര് ക്ലാരിഫൈ ചെയ്യട്ടെ. എനിക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനമാണ് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്നത്. പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി ഒഴിവായതോടെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് സർക്കാർ പരിപാടി മാറ്റി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.